ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കേബേജ് കൃഷിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ഇടാ, ഇപ്പൊ കേബേജ് നമ്മൾ നടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്രോ ബാഗാണ് നട്ടിട്ടുള്ളത്. ഇപ്പൊ കേബേജ് എൻ്റെ ഏതാണ്ട് 3/4 ഭാഗത്തോളം വിളവെടുപ്പായിട്ടുണ്ട്. ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഇതിനൊക്കെ എടുത്ത് നമുക്ക് കറി വയ്ക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിലാണ് വെച്ചിട്ടുള്ളത്, പ്ലാസ്റ്റിക്കിന്റെ ചാക്കിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ പകുതി മണ്ണിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ മണ്ണിൽ നമ്മൾ കുമ്മായം മിക്സ് ചെയ്യണം. ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ കേടുപാടുകൾക്ക് കുറെ നമുക്ക് ഇതിന്ന് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഞാനിത് വളർന്ന് വന്നതിന് ശേഷം വളർന്ന ഒരു മാസമായി ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ടിട്ടുണ്ട്. കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് കഴിഞ്ഞാൽ കപ്പലണ്ടി മേടിച്ചും കഴിഞ്ഞിട്ട് തലസം മേടിച്ചു കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം നേരം വെളുക്കുമ്പോൾ ഊറ്റി റെഡിയാക്കി എടുത്തതിന് ശേഷം ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നടുന്ന സമയത്ത് ഞാൻ വേപ്പും പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേപ്പും പിണ്ണാക്ക് ചേർക്കണതിന് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അണുക്കളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവെടുപ്പും കിട്ടും, കാര്യങ്ങളും കിട്ടും, കുറെ കേടുപാടുകൾ അതിന് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ പേരിലാണ് ഞാനത് കേബേജ്. അപ്പൊ അങ്ങനെ നട്ട് വളർത്തി കൊണ്ടുവന്ന കേബേജാണ് ഇത് കേട്ടാ. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് അങ്ങനത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല ഡീസന്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് ഇതൊക്കെ കേട്ടാ. അപ്പൊ നടുമ്പോ എന്തായാലും പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങളുടെ അടിയിൽ നടാതിരിക്കുക. കുറച്ച് വെളിച്ചം കിട്ടിക്കോട്ടെ അതിന്. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെയാണ് ഞാൻ നട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ വലിയ കിട്ടിയിട്ടില്ല, അതിന്റെ വലിയ കുഴപ്പമില്ല. അങ്ങനെ അപ്പൊ വളത്തില് നമ്മൾ ശ്രദ്ധിക്കുക. വളം ഞാൻ ചെയ്തിട്ടുള്ളത് വേപ്പും പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കാണ് ശരിക്കും വെച്ചത്. അതും വേപ്പും പിണ്ണാക്കും നടുമ്പോ തന്നെ മണ്ണിൽ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കപ്പലണ്ടി പിണ്ണാക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും വളർച്ച നമുക്ക് കുറച്ച് മുരടിപ്പുമാതിരി തോന്നുകയാണെങ്കിൽ ചാണപ്പൊടിയും കൂടി ഇടുന്നത് നല്ലതാണ് കേട്ടോ. ചാണപ്പൊടി ഇട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ വരും. അങ്ങനെ അപ്പൊ അത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോളിഫ്ലവർ ഇതേമാതിരി ഞാൻ കൃഷി ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ കോളിഫ്ലവറിന്റെ വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ കിട്ടുന്നത്. പിന്നെ എന്താ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മണ്ണ് നിറയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാൻ പോയി. മണ്ണ് നിറയ്ക്കുന്നത് ഞാൻ വെറുതെ മണ്ണ് ഇടുന്നില്ല, ഞാൻ തന്നെ വളം ഉണ്ടാക്കുന്നുണ്ട്. അത് എല്ലാ പറമ്പുകളിലും എന്താ ഇപ്പൊ ഞാൻ കാണിച്ചിട്ടല്ലേ. അപ്പൊ ഇത് ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിയില, അതേപോലെ നമ്മുടെ അടുക്കളയിൽ വരുന്ന വേസ്റ്റ്, മീനിന്റെ വേസ്റ്റ് ആയാലും എന്ത് വേസ്റ്റ് ആയാലും ഒരാഴ്ചയിലേക്ക് ഞാൻ ഡബ്ബയിൽ ഇട്ടിട്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇടാം. പിന്നെ നമ്മുടെ വാഴയുടെ തണ്ട്, അത് അങ്ങനെയുള്ള എല്ലാ വക നമ്മുടെ ഇലകളും മറ്റുള്ള സാധനങ്ങളും എല്ലാം കൂട്ടിയും കൊണ്ട് ാണ് നമ്മൾ ആ ജൈവ വളത്തിന്റെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കളയുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുവന്ന് ഇട്ടുങ്ങാനിട്ട് ഇതേമാതിരി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് ഇതിന് മണ്ണായിട്ട് പൊടിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ പിന്നെ നമുക്ക് വേറെ മണ്ണിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അതിൽ നിന്ന് കേടുപാടുകളും ഒരുപാട് കുറയും, നമുക്ക് നല്ല ആദായവും കിട്ടും ചെയ്യും. അപ്പൊ ലൈറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലകൾ മാത്രം യൂസ് ചെയ്തിട്ടും തേയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണാണ് ഞാൻ എല്ലാ ചെടികൾക്കും കേബേജ് എന്ന് പറയുന്നതും കോളിഫ്ലവർ കൊണ്ട് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ അതേമാതിരി ചെയ്യുന്നത് അത് പിന്നെ മണ്ണ് നമ്മൾ എടുക്കണത് നമ്മൾ പറഞ്ഞു തന്നു. പിന്നെ ഇതിന്റെ വളത്തിന് ഉണ്ടാക്കുന്ന രീതി ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അത് കുറെ നിങ്ങൾക്ക് അത് മനസ്സിലാവാതെ അങ്ങനെ. അപ്പൊ എന്താ വെച്ചാൽ ആ മണ്ണാണ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ലല്ലോ, അതിന്റെ പേരിലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കേബേജിന്റെയും കോളിഫ്ലവറിന്റെയും ഞാൻ നട്ട് വളർത്തുന്ന രീതി. അപ്പൊ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.